ഹലോ, ഇപ്പോൾ പൈപ്പ് ക്ലീനർ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയല്ലേ. അപ്പോൾ നമുക്ക് പൈപ്പ് ക്ലീനർ ഉപയോഗിച്ച് ഒരു ബാഗ് ജാം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് വീഡിയോയിൽ കാണിച്ച പോലെ പകുതി കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ നമുക്കൊരു പെറ്റൽ റെഡിയായി കിട്ടും. ഇത് നമ്മൾ ഇങ്ങനെയല്ല യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിനെ നല്ല ഷേപ്പാക്കി ഒരു പ്ലഫി ആക്കി വീഡിയോയിൽ കാണുന്ന പോലെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ഒരു 6 പീസും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെറ്റൽസും ഒട്ടിച്ചെടുക്കാം. ഓരോ പെറ്റൽസും ഒട്ടിക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് മാത്രമേ അടുത്ത പെറ്റൽസ് ഒട്ടിക്കാവുള്ളൂ. എല്ലാ പെറ്റൽസും ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു യെല്ലോ പൈപ്പ് ക്ലീനർ എടുത്ത് ഒന്ന് റോൾ ചെയ്ത് അതിന് നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ലീഫാണ് വേണ്ടത്. ലീഫ് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ഒരു പച്ച കളർ പൈപ്പ് ക്ലീനറാണ് എടുത്തേക്കുന്നത്. ആ പൈപ്പ് ക്ലീനർ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പെറ്റൽസ് ഉണ്ടാക്കിയ അതേ പ്രോസസ്സ് തന്നെയാണ് ലീഫ് ഉണ്ടാക്കാനും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് ഷേപ്പാക്കി ഫ്ലഫി ആക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിലാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതിലായിട്ടൊരു ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ പൈപ്പ് ക്ലീനർ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഫ്ലവർ ജാം.